സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ല വളരെ പ്രസിദ്ധനായ ഒരു താബിഈ വര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടായ ഒരു രംഗം ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ്. നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വാതിൽ തുറന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അപ്പോൾ ജോലിക്കാരിയോട് അദ്ദേഹം ചോദിച്ചു, ഐന സയ്യിദുക്, നിന്റെ ബോസ് എവിടെ, നിന്റെ മുതലാളി എവിടെ എന്ന് ചോദിച്ചു. ഫതദ്ഖുൽ, അങ്ങനെ ആ സ്ത്രീ ഉള്ളിലേക്ക് ചെന്നു. ഫതഖൂലു ലി സയ്യിദിഹ, തൻ്റെ യജമാനനോട് അവർ പറഞ്ഞു, റജുലുൻ യുരീദുക അലൽ ബാബ്, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ വാതിൽക്കൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, ഈ സ്ത്രീയുടെ യജമാനൻ, തിരിച്ചു ചോദിച്ചു, മൻ ഹുവ, ആരാണത് എന്ന്. ഫതഖൂലു, അപ്പൊ ആ സ്ത്രീ മറുപടി പറഞ്ഞു, സാഹിബുകൽ അഅമ അല്ലദീ യഅതീക കുല്ല യൗം, എല്ലാ ദിവസവും ഇവിടെ വരുന്ന കണ്ണു കാണാത്ത മനുഷ്യനില്ലേ, അയാളാണ് എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ രീതിയെക്കുറിച്ച് പറയാണ്. അദ്ദേഹം വാതിൽക്കൽ കണ്ണടച്ചാണ് നിൽക്കുക. സ്ത്രീ ശബ്ദമാണെന്ന് കേട്ടാൽ പിന്നെ അദ്ദേഹം കണ്ണു തുറക്കില്ല. അപ്പൊ എന്നും ഈ ഒരു രീതി സ്വീകരിച്ചപ്പോ ആ സ്ത്രീ വിചാരിച്ചു ഇയാൾ ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് എന്ന്. സലഫുകളെ കുറിച്ച് പറയാണ്, ഫമിൻഹും മൻ ദറബ നഫ്സഹു അലാ ഗള്ളിൽ ബസർ, കണ്ണ് അടച്ചു വെച്ച് സ്ത്രീകളിലേക്കുള്ള നോട്ടം, അല്ലെങ്കിൽ ഹറാമിലേക്കുള്ള നോട്ടം, അല്ലെങ്കിൽ നിഷിദ്ധത്തിലേക്കുള്ള നോട്ടം, അതിൽ നിന്ന് കണ്ണടക്കാൻ അവർ സ്വയം പരിശീലിച്ചിരുന്നു. വമിൻഹും മൻ യൻദുറു ഫീ റിജ്ലൈഹി, സ്വന്തം കാലിലേക്ക് നോക്കി നടക്കാൻ പരിശീലിച്ചവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിനെയും കണ്ണിനെയും നിയന്ത്രിക്കാൻ വേണ്ടി യുആഖിബു നഫ്സഹു ബിസ്സിയാം, നോമ്പ് ശീലമാക്കിയവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണിനെ നിയന്ത്രിക്കുക എന്നത് വളരെ കൃത്യമായും ഒരു ശീലമാക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്നാണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം ആകുന്നതിനിടക്ക് റബ്ബിന് തൃപ്തിയില്ലാത്ത, നമ്മുടെ മനസ്സിനെ തന്നെ ദുഷിപ്പിക്കുന്ന ധാരാളം കാഴ്ചകളിലൂടെ പോകേണ്ടുന്ന ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിന്റെ പരമാവധി ഈ വിഷയത്തിൽ ദീനിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇമാം വഖീഅ റഹിമഹുല്ല ഒരു പെണ്ണിന്റെ കാൽപാദം കണ്ടതിന് ഒരു രാത്രി മുഴുവൻ ഇസ്തിഗ്ഫാറിൽ കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. കാൽപാദം എന്നത്, ഇപ്പോ മുഖം മറക്കുക എന്നത്, അത് ഫർളാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അത് മുസ്തഹബാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒരു സ്ത്രീ ശരിയായ വായനപ്രകാരം അത് മുസ്തഹബാണെന്നാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്, അല്ലാഹു അലം ബിസ്സവാബ്. എന്നാൽ ഒരു ഫർള് എന്നതിനെ കുറിച്ച് പറയാൻ പറ്റാത്ത ചില ഘടകങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഒരു വൈജ്ഞാനികമായ ചർച്ചയാണ് അത്തരമൊരു കാര്യത്തെ, ഇസ്ലാമികമായ അത്തരമൊരു ചർച്ചയെ പലപ്പോഴും വളരെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സ്പേസാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെയും ഒരുപാട് പരിഹാസങ്ങൾക്കൊക്കെ വിധേയമാകുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് ശീലമാക്കിയ സ്ത്രീകൾ, അവരോട് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു മനോനില എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിമർശിക്കാൻ. ഞാൻ ആ ഒരു വിഷയം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അതിന് നമ്മളൊരു ഫർള് എന്ന് വ്യക്തിപരമായ എൻ്റെ പഠനത്തിൽ നിന്ന് ഒരു ഫർള് എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ കാല് മറക്കുക എന്നുള്ളത്, പാദം മറക്കുക എന്നുള്ളത് വളരെ കണിശമായി തന്നെ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? മുൻകൈയും മുഖവും ഒഴിച്ച് എന്നാണ് നമ്മൾ പറയല്. പക്ഷെ പലപ്പോഴും കാല് നിസ്കരിക്കാൻ വേണ്ടി മാത്രം മറക്കുന്ന ഒരു സ്വഭാവമാണ് സ്ത്രീകൾക്കിടയിൽ കാണാറുള്ളത്. ഞാൻ ആ മസ്അല പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ ആ കാൽപാദം കണ്ടപ്പോൾ, കാൽപാദത്തിലേക്ക് നോക്കേണ്ടി വന്നപ്പോൾ ഒരു രാത്രി മുഴുവൻ അദ്ദേഹം ഇസ്തിഗ്ഫാറിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് എന്തുമാത്രം ഗൗരവമുള്ളതാണ് എന്നാണ്. ചില ആളുകൾക്കൊന്നും
കണ്ണിനെ നിയന്ത്രിക്കുക, കണ്ണിന്റെ കാര്യത്തിലുള്ള മതപരമായ മസലകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് ചിലപ്പോൾ തോന്നൂല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ 30-31 വചനങ്ങളിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, വിശ്വാസികളോട് അവരുടെ കണ്ണുകൾ അടക്കാൻ പറയണം. അപ്പോ വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. കണ്ണാണ് എല്ലാറ്റിന്റെയും ആരംഭം, കാഴ്ചയിൽ നിന്നാണ് ആരംഭം. അയാളുടെ എല്ലാതരം ലൈംഗിക വൈകൃതങ്ങളും വ്യക്തിജീവിതത്തിൽ അശുദ്ധികളും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായ രീതി. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിന് കൃത്യമായ ധാരണയുണ്ട്. വിശ്വാസികളായ ആണുങ്ങളോട് മാത്രമല്ല, വഖുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളോടും പറയുക, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തിയിടട്ടെ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ സൂക്ഷിക്കട്ടെ. അപ്പം സ്വകാര്യ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന എന്തെല്ലാം കുറവുകളും തിന്മകളും ഉണ്ടോ, അത് മുഴുവൻ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ കാഴ്ചയിൽ നിന്നാണ്. അത് ആരംഭിക്കുന്നത് കാഴ്ചയിൽ നിന്നാണ്, അല്ലെ? കുടുംബങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സ്പേസിൽ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറയേണ്ടതാണ് ഇവിടെ എന്നതുകൊണ്ട് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ സമ്പൂർണത ലഭിക്കുന്നത് അവർ രണ്ടാളും തമ്മിലുള്ള, അവർ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇടങ്ങളിലെ സമ്പൂർണതകളിൽ നിന്നോ പൂർണ്ണതകളിൽ നിന്നോ അല്ലെങ്കിൽ പൂർത്തീകരണത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ നിന്നോ ആണ്. അത് പലപ്പോഴും ആളുകൾ എന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തെരഞ്ഞെടുത്തോടത്ത് എനിക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയതാണ്, അതുകൊണ്ടാണ് ഞാൻ മാത്രം ഇടപെടുന്ന സ്പേസിൽ എനിക്ക് സംതൃപ്തിയും സന്തോഷവും കിട്ടാത്തത് എന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വിചാരിച്ച് നടക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പെരിന്തൽമണ്ണ പോയി അവിടുന്ന് നല്ലോണം ബിരിയാണിയൊക്കെ കഴിച്ച് വെട്ടത്തൂര് വന്നിട്ട് ഒരു നല്ലൊരു നേന്ത്രപ്പഴവും ചായയൊക്കെ കുടിച്ച് പിന്നെ പോണ വൈക്കന്ന് അങ്ങോട്ട് തെക്കേത്തലക്കൊക്കെ എത്തുമ്പോൾ വടക്കേത്തലക്കൊക്കെ എത്തുമ്പോൾ അവിടെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ കയറി കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് പെരേക്ക് എന്നാല് നമ്മളെ ഭാര്യ എന്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടും കാര്യമില്ല, ആ ഭക്ഷണത്തിന് അത്ര രുചി ഉണ്ടാവില്ല. കോഴിക്കോട് പോയി യാത്രയൊക്കെ കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ദാഹിച്ച് അവശനായി വീട്ടിലെത്തുമ്പോൾ തരുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും. ഇതേ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിലെ അവന്റെ ആസ്വാദനങ്ങളുടെ കാര്യവും. യഥാർത്ഥത്തിൽ ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ ആകട്ടെ, അവരുടെ ആസ്വാദനത്തിന്റെ സാധ്യതകൾ, കാഴ്ചകൾ വരുന്നിടത്തൊക്കെ തലച്ചോറ് മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് ഇയാൾക്ക് ആസ്വദിക്കാനുള്ളതാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അവിടുന്ന് കാണാൻ പറ്റാത്ത ഒന്ന് കണ്ടു, ഇവിടുന്ന് കാണാൻ പറ്റാത്തത് ഒന്ന് കണ്ടു, വാട്സപ്പ് തുറന്നപ്പോ ഫേസ്ബുക്ക് തുറന്നപ്പോ ഒന്ന് കണ്ടു, യൂട്യൂബ് തുറന്നപ്പോ വേറൊന്ന് കണ്ടു. നേരം വെളുത്ത് വൈകുന്നേരം ആണിന്റെ ഇടക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇത്തരം കാഴ്ചകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ ബെഡ്റൂമിൽ ഏറ്റവും അവസാനം പൂർത്തീകരിക്കപ്പെടേണ്ട അവരുടെ ലൈംഗികമായ സംതൃപ്തിയും ആനന്ദവും ഇങ്ങനെ കത്തിത്തീരാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. അതൊക്കെ തീർന്നതിന്റെ ശേഷം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കണേ നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ടാണ്, നമ്മൾ കുറെ വർഷമായതുകൊണ്ടാണ്, നമുക്ക് ശാരീരിക പരിമിതി ഉള്ളതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. അള്ളാന്റെ കിതാബ് പറഞ്ഞതാ ഞങ്ങളോട് പറയണേ, ഖുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് പറയണം എന്ത്? അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. അപ്പൊ അവർക്ക് അവരുടെ ലൈംഗികതയെ നിയന്ത്രിച്ച് അത് ശരിയാം വിധം ഉപയോഗിക്കാൻ കഴിയും എന്നാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ഒരു യാത്രാമധ്യേ പറയുന്നുണ്ട്, യാ അലി ലാ തുത്ബിഇൻ നദ്റ തന്നദ്റ, വേണ്ടാത്ത ഒന്നിലേക്ക് നോക്കിയാൽ പിന്നെ വീണ്ടയിലേക്ക് നോക്കണ്ട, അറിയാതൊരു നോട്ടം സംഭവിക്കും, അതൊരു കുഴപ്പമല്ല, അല്ലെ? അതൊരു കുഴപ്പമല്ല. ഫഇന്നലകൽ ഊല, ഒന്നാമത്തത് നോക്കാം. ഒന്നാമത്തെ ആളെ മനസ്സിലാക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെയാണ്. പക്ഷേ വലൈസത്തിൽ ആഖിറ, രണ്ടാമത്തത് അതല്ല, രണ്ടാമത്തതിൽ പ്രശ്നമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഈ വിഷയമൊക്കെ വിശദമായി പണ്ഡിതന്മാര് വേർതിരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ദുഷിച്ച നോട്ടങ്ങൾ കൊണ്ട്, അല്ലെ? അശ്ലീല വീഡിയോകൾ, മോശമായ കാഴ്ചകൾ, കാണാൻ പറ്റാത്തതിലേക്കുള്ള നോട്ടങ്ങൾ, ഇതൊക്കെ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? ഒരിക്കലും ലൈംഗികത മാത്രമല്ല കാണാൻ പറ്റാത്ത കാഴ്ച. ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മള് ഗെയിം കൊടുക്കുകയാണ്, ഒരു കുട്ടിക്ക് നമ്മൾ ഗെയിം കൊടുക്കുകയാണ്, ഒരു കുട്ടിക്ക് നമ്മൾ കാർട്ടൂൺ കൊടുക്കുകയാണ്, അല്ലേ? ഭയങ്കര ഹാർഡ് പോണുള്ള, പൂർണ്ണമായും നഗ്നരായ ആളുകളുടെ ദൃശ്യം മാത്രമല്ല, സോഫ്റ്റ് പോൺ എന്ന് പറയുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഹഗ് ചെയ്യുന്ന രംഗം, അതിന്റെ തുടർച്ചയായ കാഴ്ചകൾ നമുക്കുള്ളിൽ ഉണ്ടാക്കുന്ന പരിക്കുകളുണ്ട്. ഇതൊക്കെ വളരെ ബയോളജിക്കലായി ചർച്ച ചെയ്തതാണ്. ഇത് ഒരു ആയത്തും ഒരു ഹദീസും ഒന്നുമില്ലാതെ തന്നെ ഈ വിഷയം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും.
ഇവിടുത്തെ ഒരു അമുസ്ലിമിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, ഈ കാഴ്ചയെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഹറാമിലേക്കുള്ള നോട്ടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മനഃശാന്തി നഷ്ടപ്പെടും എന്നാണ്. ഹസനുൽ ബസ്രി റഹിമുള്ള പറയാണ്, മൻ അത്ലഖ ബസ്റഹു കസുറ അസഫഹു. എന്താ, അയാളുടെ കാഴ്ചക്ക് യാതൊരു നിയന്ത്രണവും വെക്കാതെ അങ്ങനെ തോണ്ടി നോക്കി നടക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഡിപ്രഷൻ ഉണ്ടാകും. ഡിപ്രഷൻ സൃഷ്ടിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. കാരണം അയാൾ ഇങ്ങനെ കാണുന്ന ഇൻപുട്ട് മുഴുവൻ കുറേ കാര്യങ്ങളാണ്. ആ കാണുന്നതൊന്നും അയാൾക്ക് പ്രാപ്യമാകണില്ല. ആ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ അയാൾ ആസ്വദിക്കണില്ല. അതുകൊണ്ട് തന്നെ അത് അയാൾക്ക് വലിയ നിലക്കുള്ള ഡിപ്രഷനുകൾ ഉണ്ടാക്കും. നോക്കൂ, നിങ്ങൾ വെറും പോൺ വീഡിയോസോ അല്ലെങ്കിൽ പിന്നെ സ്ത്രീയുടെ പുരുഷന്റെ പരസ്പരം കാണാൻ പറ്റാത്ത ഭാഗങ്ങളൊന്നുമല്ല. നമ്മൾ വെറുതെ ഒരു വ്ളോഗറുടെ ഒരു വ്ളോഗ് എടുത്താൽ മതി. ഒരു ലേഡി വ്ളോഗർ അവരുടെ വീടിന്റെ ഉള്ളിൽ വ്ളോഗ് ചെയ്യണത് കണ്ടാൽ തന്നെ ചിലപ്പോ മനുഷ്യന്മാരുടെ അവസ്ഥക്കനുസരിച്ച് അവരിൽ ഡിപ്രഷൻ ഉണ്ടാകും. അവർ നോക്കുമ്പോൾ അവരുടെ വീട്ടിൽ എല്ലാറ്റിനും ഉപകരണങ്ങളാണ്. ഉള്ളി തൊലിക്കാനും പിന്നെ തേങ്ങ പൊളിക്കാനും ഒക്കെ ഉപകരണമാണ്. അവരുടെ അടുക്കള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമ്പോ നമ്മുടെ വീട്ടിലെ അടുക്കളയായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാണ്, ഇതിനെ ബന്ധിപ്പിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ ഉപബോധ മനസ്സങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡൗൺ ആകുകയാണ്. ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും എന്താ പറയാ പർച്ചേസിന് പോണോടത്തുനിന്ന് ആ പർച്ചേസ് നടക്കുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തിടുകയാണ്, അല്ലെ, ഇങ്ങനെ ഇടുകയാണ്. ആ സാധനങ്ങൾ ഇങ്ങനെ എടുത്തിടുമ്പോ ഈ സ്ത്രീ ഇങ്ങനെ ചിന്തിക്കണേ, നമ്മളെ വീട്ടിലിരുന്ന് നമ്മളെ ഉമ്മയും പങ്ങളും സഹോദരിയൊക്കെ ചിന്തിക്കാണ്, നമ്മളെ ആള് ഒരു ടെക്സ്റ്റൈൽസിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ വന്നാല് ധൃതി കൂടുതലാവും പേർക്ക്. വേഗം നോക്ക് ഇങ്ങനെ പറയും, അല്ലെ. നമ്മൾ മൂപ്പര കണ്ടില്ലേ, ഈ സ്ത്രീന്റെ ഭർത്താവ് കണ്ടില്ലേ. അപ്പൊ ഇവിടെയൊക്കെ ഒരു തരം ഇടപെടൽ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാഴ്ചയെ അങ്ങനെ അങ്ങോട്ട് നിയന്ത്രണങ്ങളില്ലാതെ കെട്ടയച്ചു വിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമുണ്ട്. അവര് ഒരു ഡിപ്രഷനിലേക്ക് പോകും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വ്യഭിചാരം, സവർഗഭോഗം, മറ്റു സാമൂഹിക തിന്മകൾ, ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദമ ഹല്ലഹു മിനസ്സിന. ഓരോ വ്യക്തിക്കും വ്യഭിചാരത്തിൽ നിന്നുള്ള ഓഹരി ഉണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്താ, മഹാല, അത് അവന് കിട്ടുക തന്നെ ചെയ്യും. എന്താണ്, ഫസിനൽ ഐനൈനി അന്നദറു, കണ്ണിന്റെ വ്യഭിചാരം എന്നത് നോട്ടമാണ്. വസിനൽ ലിസാനി അൽ മൻതിഖ്, നാവിന്റെ വ്യഭിചാരം എന്നത് അത് സംസാരമാണ്, അശ്ലീലം പറയലാണ്. ഒരേ പ്രായക്കാർ ഇരുന്നാൽ, ഒരു ജോലി സ്ഥലത്തിരുന്നാൽ, ഒരു യാത്രയിൽ ഒന്നിച്ചാൽ, അല്ലെ, പതുക്കെ സംസാരങ്ങൾ വഴിമാറുകയും അതൊക്കെ കേവലം കോമഡിയായി മാറും ചെയ്യുമ്പോ നമ്മളെ ഹല്ല് നമ്മൾ എടുക്കുകയാണ്. പടച്ചോ നമുക്ക് നിശ്ചയിച്ച ഹല്ല് എടുക്കുക എന്ന് വിചാരിച്ചാൽ മതി, വേറൊന്നും അതിലില്ല കേട്ടോ. വന്നഫ്സു തമന്ന വതശ്തഹി, മനസ്സാണെങ്കിലോ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബു, ചില ആളുകളുടെ കാര്യത്തിൽ ലൈംഗികാവയവങ്ങൾ അത് സത്യപ്പെടുത്തും അഥവാ അത് വ്യഭിചാരത്തിലേക്ക് എത്തും. ചില ആളുകളുടെ കാര്യത്തിൽ അവിടെ ഒരു ഈമാൻ ഉള്ളതുകൊണ്ട് അത് തള്ളിക്കളയും, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും വ്യക്തികളൊക്കെ അവരുടെ വ്യഭിചാരത്തിന്റെ ഓഹരികൾ ഏറിയ പങ്കും കുറഞ്ഞ പങ്കും മനുഷ്യൻ എടുക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ കാഴ്ചക്ക് നിയന്ത്രണം വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം അതാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, മോശമായ കാഴ്ചകൾ എന്നത് തന്നെ ഒരു ശിക്ഷയാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ജുറൈജ് റഹിമഹുല്ല, അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വരുന്നുണ്ട്. ഒന്നാം ദിവസം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വന്നപ്പോ ഞാൻ നിസ്കാരം തുടരട്ടെ എന്ന് തീരുമാനിച്ചു. രണ്ടാം ദിവസവും ഇത് സംഭവിച്ചു. മൂന്നാം ദിവസവും ഇത് സംഭവിച്ചപ്പോ ഉമ്മ പറയാണ്, ഉമ്മ അദ്ദേഹത്തിനെതിരിൽ പ്രാർത്ഥിക്കുകയാണ്. അപക്വമതിയായ ഉമ്മ, ഈഗോ ഉള്ള ഉമ്മ, അങ്ങനെ വേണം കാണാൻ, അല്ലെ. മോനെ നിസ്കരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും മോന്റെ നിസ്കാരത്തിന്റെ ശബ്ദം കേട്ടിട്ടും അവൻ എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, അല്ലാഹുമ്മ തുമിത്തുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്, വ്യഭിചാരിണികളുടെ മുന്നിൽ ആക്ഷേപാർഹനായി നിൽക്കും വരെ അവന് നീ മരണം കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു പിന്നെ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത്തരം ഒരു കാര്യത്തിന് വന്നു. അദ്ദേഹം അവരെ ആട്ടി ഓടിച്ചു. അപ്പോ ഒരാട്ടിടയനുമായി അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവർ ഗർഭിണിയായപ്പോ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന്റെ മേൽ വെച്ച് കെട്ടി. പക്വമതിയും വിവേകിയും നിഷ്ഠയുള്ളവനുമായി ജനങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന് വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന്റെ വീട് അടിച്ച് തകർത്തു. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ ഇത് നീ തെളിയിച്ചു കൊടുക്കുക. അപ്പോ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞ് സംസാരിച്ചു എന്നാണ്. എന്ത്,
ഇദ്ദേഹം എൻ്റെ പിന്നെ ഇദ്ദേഹം യഥാർത്ഥ പിന്നെ എൻ്റെ പിതാവ് ആരാണ് എന്ന് സംസാരിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോ ആ ഒരു പിന്നെ മൂമിസാത്തിനെ, വേശ്യകളെ, വ്യഭിചാരിണികളെ കൺമുന്നിൽ കാണേണ്ടി വരിക എന്ന് പറയുന്നത് പോലും ഒരു ശിക്ഷയായിട്ടാണ് നിശ്ചയിക്കുന്നത്, അല്ലെ? ഇസ്ലാം ഒരു ഒരു കുറ്റം, ഒരു ശിക്ഷയായിട്ടാണ്, ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയായിട്ടാണ് നിശ്ചയിക്കുന്നത്. എങ്കിൽ നോട്ടത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മാത്രല്ല, ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന വിഷം പുരട്ടിയ അമ്പാണെന്നാണ് സഹ്മുൻ മസ്മൂമുൻ ഇലൽ ഖൽബ് സലഫ് പറഞ്ഞു. നോട്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തിന്മകളെ വിക്ഷേപിക്കുന്ന അമ്പാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. മാത്രല്ല, വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കാഴ്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചരിത്രത്തിലൊരു ഭാഗം ഞാൻ പറയാം, അല്ലെ? ഒരു മനുഷ്യൻ, അദ്ദേഹം റോമുമായുള്ള യുദ്ധത്തിലൊക്കെ ശക്തമായി പങ്കെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദത്തുബ്നു അബ്ദുറഹീം എന്നാണ്. യുദ്ധത്തിനിടയിൽ അദ്ദേഹം അവരുടെ ഭാഗത്തൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ അദ്ദേഹത്തെ നോക്കി, അദ്ദേഹം ആ സ്ത്രീയെ നോക്കി. ഒരു പോരാളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി പോരടിക്കാൻ വന്ന ഒരു മനുഷ്യന്റെ അധപ്പതനത്തിന്റെ ചരിത്രം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതാണ് ഞാൻ പറയുന്നത്. യുദ്ധഭൂമിയിൽ വെച്ച് കണ്ടപ്പോ, കണ്ണുകൾ ഉടക്കിയപ്പോ അവർ രണ്ടുപേരും സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി സംസാരിച്ചു. നിന്റെ അടുത്തേക്ക് ഞാൻ എത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? മസ്സബീലു ഇലൽ വുസൂലി ഇലൈക്, നിന്റെ അടുത്തേക്ക് എനിക്ക് എത്തിച്ചേരാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാകണം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം. അങ്ങനെ അദ്ദേഹം ദീൻ ഉപേക്ഷിക്കുകയും അദ്ദേഹം അങ്ങനെ പോവുകയും ചെയ്തു എന്നാണ്. എന്താണ് അങ്ങനെ പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ കുറ്റബോധത്തോടു കൂടെ ആ സ്ത്രീയുടെ കൂടെ ജീവിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, യാ ഫുലാൻ മാ ഫഅല ഖുർആനക്, നീ ഖുർആൻ മുഴുവൻ ഹിഫ്ളുള്ള മനുഷ്യനായിരുന്നല്ലോ, നിന്റെ ഖുർആനിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നിറക്കണ്ണുകളോടുകൂടെ പറയാണ്, ഇഅലമു അന്നീ അൻശൈതുൽ ഖുർആന കുല്ല ഇല്ലാ ഖൗലഹു, ഞാൻ ഖുർആനിൽ ഒരായത്ത് അല്ലാത്തത് മുഴുവൻ റബ്ബന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ടേ ഞാൻ മറന്നുപോയി. റുബ്ബമാ യബദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായി അവർ റുബ്ബമാ യബദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ ദർഹും യഅകുലു വയതമത്തഉ വയുൽഹീഹിമുൽ അമലു ഫസയഅലമൂൻ എന്ന വിശുദ്ധ ഖുർആനിലെ വചനം. അവിശ്വാസികൾ ഒരു പക്ഷേ ആഗ്രഹിക്കും അവർ വിശ്വാസികളായെങ്കിൽ എന്ന്. പക്ഷെ ഓൾക്ക് പറ്റൂലാകാൻ, അവർക്കിനി തിരിച്ച് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റില്ല. അവരെ നീ ഉപേക്ഷിക്കുക, അവർ ആസ്വദിക്കട്ടെ, അവരങ്ങനെ ആർമാദിച്ച് നടക്കട്ടെ എന്ന ഖുർആനിക വചനമല്ലാത്ത ഒരു വചനം എനിക്ക് ഓർമ്മയിൽ കിട്ടണില്ല എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, പാർട്ടി ഓഫീസുകളിൽ ഹാരമണിയിക്കുന്നതും പിന്നെ പ്രണയത്തിന്റെ പേരിൽ പോയി അവസാനം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടക്കണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലവ് ജിഹാദിന്റെ ആരോപണം മുസ്ലിം സമൂഹത്തിന്റെ മേലെ കെട്ടിവെക്കുകയും മുസ്ലിം പെൺകുട്ടികളെ അടിച്ചെടുത്തു കൊണ്ടുപോകണമെന്നത് അജണ്ടയാക്കുകയും ചെയ്തവർ ഇവിടെ ഉണ്ട് എന്നത് ഉറക്കെ പറയാൻ 947 സ്വതന്ത്രമായ രാഷ്ട്രത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഒരു പേടിയില്ല. മനസ്സിലായില്ലേ? ഒരു പേടിയില്ല. ഇൻഷാ അല്ലാഹ് ഇത്തരം ഫേക്കായ ഒരുപാട് അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന, ഇപ്പൊ സംവരണം വരുന്നു, സംവരണത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ അന്യമായി നേടുന്നു എന്ന് ഒരു സാമുദായിക നേതാവ് ഉറക്കെ പറയുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നു, അതവിടെ അവസാനിക്കുന്നു. അത് പൊളിച്ചു കാണിക്കപ്പെടുന്നില്ല, അല്ലെ? തുപ്പൽ ജിഹാദ് ഉണ്ട് എന്ന് ക്യാമ്പയിൻ വരുന്നു, പൊളിച്ചു കാണിക്കപ്പെടുന്നില്ല. അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും എടുത്തു പൊളിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാം അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഡയലോഗിന്റെ 9ാമത്തെ ഡയലോഗ് വരാനുണ്ട് എന്ന് കൂടി സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്താ പറ്റണത്? ഇങ്ങനെ ഈ കാഴ്ചയിൽ നിന്ന് പതുക്കെ പോയി പിന്നെ മതം ഔട്ടാവുകയും ഇഷ്ടപ്പെട്ട വ്യക്തിയിലേക്ക് എത്താനുള്ള തത്രപ്പാടിനിടയിൽ എല്ലാം അഴിച്ചു വെച്ച് വിശ്വാസത്തെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ, തിന്മകൾ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യം കൊണ്ടുണ്ട്. ഇനി കണ്ണൊരാൾ സൂക്ഷിക്കുകയാണ്. അയാൾ യൂട്യൂബിൽ ചെന്നപ്പോൾ വേണ്ടാത്ത കണ്ടു, കണ്ണടച്ചു, അത് നീക്കി. അയാൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു, അല്ലെങ്കിൽ അയാൾ മോശമായൊരു സംഗതിന്റെ മുന്നിൽ അയാൾ കണ്ണടച്ചു. ഗള്ളുൽ ബസർ എന്നാണ് അതിനെ പറയുക, കണ്ണടച്ചു. എന്താണ് അതിന്റെ ഗുണങ്ങൾ? ഒന്ന്, നൂറും ഫിൽ ഖൽബി വലദ്ദത്തും ഫിൽ ഈമാൻ. അതാണ് നൂറും ഫിൽ ഖൽബി, ഹൃദയത്തിൽ അള്ളാഹു ഒരു വെളിച്ചിട്ട് കൊടുക്കും, ഈമാനിന് രുചി ഉണ്ടാക്കി കൊടുക്കും. മൻ ഹഫിള ബസറഹു ഔറസഹു അല്ലാഹു നൂറൻ ഫീ ബസീറതിഹി. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവനെ, കണ്ണിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക്
ഒരു തൗഫീഖ് പ്രത്യേകം കൊടുക്കും എന്നാണ്. ഒരു പ്രത്യേകമായ തൗഫീഖ് കൊടുക്കും. അവന്റെ ഹൃദയത്തിന് അള്ളാഹു വെളിച്ചത്തെ പ്രദാനം ചെയ്യുമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ വിശ്വാസികൾ അവരുടെ കണ്ണിനെ അടച്ചു വെക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന വചനങ്ങളുടെ തൊട്ടു ശേഷം അള്ളാഹ് പറഞ്ഞത് അള്ളാഹു നൂറു സമാവാത്തി വൽ അർള് എന്നാണ്. അള്ളാഹു ആകാശഭൂമികളുടെ മുഴുവൻ വെളിച്ചം റബ്ബാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ വചനമാണ് പിന്നെ ഓതുന്നത്. അപ്പോൾ ഹൃദയത്തിന് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടും. ഈമാനിന്റെ വെളിച്ചം കിട്ടിയാൽ കാണാത്തതൊക്കെ കാണും, കേൾക്കാത്തതൊക്കെ കേൾക്കും. മനസ്സിലല്ലേ? എന്താ അങ്ങനെ പറഞ്ഞാല്? കാണാത്തതൊക്കെ കാണും, കേൾക്കാത്തതൊക്കെ കേൾക്കും എന്ന് പറഞ്ഞാല്, ഞാൻ ഒരുപക്ഷെ ഈ മിമ്പറിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്താ അറിയോ? കുഞ്ഞിനെ കാണാനില്ല, ചെറിയ കുട്ടിനെ കാണാനില്ല, 3-4-5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ കാണാനില്ലാതെ എല്ലാവരും തിരയാണ്. മൊത്തം ഇങ്ങനെ ഈ കുട്ടീന്റെ പേരും വിളിച്ച്, വീട്ടിൽ വിളിക്കണ പേരും വിളിച്ച് ഉറക്കനെ വിളിച്ച് ഇങ്ങനെ തിരയാണ്. പാടത്തു കൂടിയും പറമ്പ് കൂടിയും ഒക്കെ തിരയാ. അവസാനം കുളത്തിന്റെ വക്കത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഉമ്മ കുട്ടി മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. അപ്പോ ആ ഉമ്മ തന്നെ ഇറങ്ങിയിട്ട് ആ കുട്ടീനെ എടുത്ത് കുട്ടീന്റെ വയറ്റിലെ വെള്ളമൊക്കെ കളഞ്ഞ് കുട്ടിയെ കഫം ചെയ്ത് നിസ്കരിച്ചാണ് കൊടുക്കുകയാണ്. ഞാനൊന്ന് ഉറങ്ങട്ടെ, നിങ്ങള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. അപ്പം ഈ സ്ത്രീക്ക് എന്തോ മനോനിലയിൽ ഭയങ്കര പ്രശ്നം വന്നു എന്നാ വിചാരിച്ചു. അപ്പൊ ആ സ്ത്രീന്റെ ഉമ്മയാണ് എന്നെ വിളിച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അവരോടൊന്ന് സംസാരിക്കണോ, ഒക്കെ എന്തോ ഒരു വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയാണ്. അപ്പൊ എന്നെ വിളിക്കണത് ഈ സ്ത്രീ കേട്ടതുകൊണ്ട് തന്നെ ഞാൻ ചെന്നപ്പോ പറഞ്ഞു, ഉമ്മങ്ങളെ വിളിച്ചത് ഞാൻ കേട്ടു, എനിക്ക് ഭ്രാന്തായതൊന്നല്ല, എനിക്ക് പടച്ചോന്റെ വലിയ ധൈര്യം ഇവിടെ തന്നു. ഞാൻ ഖുത്ബയിലൊക്കെ കേട്ടിട്ടുണ്ട്, എന്തെന്നറിയോ, ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആളുകൾ അൽഹംദുലില്ലാഹ് ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ എന്ന് പറഞ്ഞാല് അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ വീട് കൊടുക്കും, മക്കളുടെ ശുപാർശ ഉണ്ടാകുന്നൊക്കെ. എന്റെ മോളെ ശുപാർശ എനിക്ക് കിട്ടട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിന് 100 കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. എൻ്റെ സ്കൂളിൽ 2ാം ക്ലാസ് പഠിക്കണ മോൾക്ക് ക്യാൻസറാണ്. അവൾക്ക് അള്ളാഹു ഇത് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ചെറിയ കുട്ടി അല്ലേ, ഇത്ര ചെറിയ പ്രായത്തിൽ ക്യാൻസറാണ് അവൾക്ക്. അപ്പൊ ഉമ്മ ആ ക്യാൻസർ ആണെന്നുള്ള വിവരം അറിഞ്ഞ് ആ വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ആ ഉമ്മനോട് പറഞ്ഞു, നിങ്ങൾ 10 വട്ടം അൽഹംദുലില്ലാഹ് പറയണം, എന്നിട്ട് ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞാൽ മതി. കാരണം നമ്മളെ മോൾക്ക് ഈ രോഗം അത് ചികിത്സിച്ച് മാറാവുന്ന സ്റ്റേജിലുള്ള ക്യാൻസറാണ്. ചികിത്സിച്ച് മാറാവുന്ന സ്റ്റേജിൽ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അൽഹംദുലില്ലാഹ് പറയണ്ടേ. 2, രോഗം പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ലേ, അറിഞ്ഞില്ലേ, അതിന് അൽഹംദുലില്ലാഹ് പറയണ്ടേ. 3, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവളെ ചികിത്സിക്കാവുന്ന സാമ്പത്തിക സാഹചര്യങ്ങളുണ്ട്, അതിന് അൽഹംദുലില്ലാഹ് പറയണ്ടേ. അങ്ങനെ എത്രയോ കാരണം കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. അതാ പറഞ്ഞത്, ഓരോന്നും വരുമ്പോ അവിടെ ഒരു വെളിച്ചം കിട്ടുക. സുഹൃത്തുക്കളെ, രാത്രി ഇങ്ങനെ ദീർഘമായ രാത്രിയിൽ വേണ്ടാത്ത വീഡിയോകളിൽ ഇരുന്ന് കഴിഞ്ഞു പോണ എത്ര ആളുകളുണ്ട്. ഈ +2 പരീക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു പെൺകുട്ടി അനോണിമസ് ആയിട്ട്, എനിക്ക് അറിയാത്തൊരു കുട്ടി എനിക്ക് അയച്ചൊരു മെസ്സേജാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വാപ്പിയും ഉമ്മയും, ഞങ്ങളെ പരിരക്ഷിക്കുന്ന വാപ്പിയും ഉമ്മയൊക്കെ ഞങ്ങളെ വാപ്പിയും ഉമ്മയാണെന്നാണ് ഞങ്ങള് വിചാരിക്കുന്നത്. പക്ഷേ എന്റെ വാപ്പാന്റെ ഫോൺ നോക്കിയപ്പോ ഞാൻ വേണ്ടാത്ത കുറെ സാധനങ്ങൾ കണ്ടു ഉസ്താദേ. എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇരിക്കാൻ പറ്റണില്ല. യൂട്യൂബിലൂടെ ഒക്കെ പോണ ആർക്കും വരാവുന്ന ഒരു അബദ്ധമാണിത്. ഇതിൽ പ്രായോ കാലോ വയസ്സോ ഒന്നുമില്ല. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല അഡിക്ഷൻ ഉള്ളത് കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞു, നീ നല്ലോണം പ്രാർത്ഥിക്ക് പഠിച്ചവനോട്. കടല് പിളർത്താൻ കഴിയണോന്നാണ് പഠിച്ചവൻ. പ്രാർത്ഥനന്റെ മുമ്പിൽ കടൽ പിളർത്തി കൊടുത്താണ് പഠിച്ചവൻ. ഉപ്പാനോട് ഇപ്പൊ നേരിട്ട് പോയി ചർച്ചയൊന്നും വേണ്ട, നല്ലോണം പ്രാർത്ഥിക്കും. ഉപ്പാക്ക് യൂട്യൂബിലേക്കുള്ള നെറ്റ് ആക്സസ് കിട്ടുന്നത് കട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, രൂപ അറിയാലോ അല്ലേ? അറിയാം. ശരി, എന്നാല് ബാക്കി നീ പഠിച്ചോ. പരീക്ഷയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇനി നോക്കൊന്നും വേണ്ട. ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ കുത്തി കുത്തി നോക്കണ്ടയില്ല. നമ്മൾക്ക് ചെയ്യാനുള്ളത് ചെയ്ത് വെച്ചാൽ പിന്നെ പോട്ടെ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നീ പറയ് എന്ന് പറഞ്ഞ കുട്ടിനോട്. അപ്പോ സുഹൃത്തുക്കളെ, പറയണ ഞാനടക്കം നമ്മൾ ആരും എത്തിപ്പെടാവുന്ന വിധമുള്ള പ്രതിസന്ധിയാണിത്. അവിടേക്ക് അങ്ങനത്തെ ഒരു രംഗത്തെത്തുമ്പോ ആ രംഗത്തേക്കുള്ള പോയിന്റാ ഞാൻ പറഞ്ഞിരുന്നത്. അവിടെ കണ്ണടച്ച് കൈകളെ പിൻവലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹൃദയത്തിൽ പടച്ചോൻ ഈമാനിന്റെ വെളിച്ചം കൊടുക്കും എന്നാണ്. 2ാമത്തെ കാര്യം എന്താ പറയുക, അയാൾക്ക് കൃത്യമായ നിരീക്ഷണം കൊടുക്കും. അയാളുടെ നിരീക്ഷണം കറക്റ്റ് ആയിരിക്കും. എന്താ അതിന് പറയാറിയോ? ഫറാസത്ത് എന്നാണ് അറബി പറയാ. നമ്മളെ നാട്ടില് അതിന്റെ കറക്റ്റ് വേർഡ് മീനിങ് പറയാൻ പറ്റൂല. മുഖലക്ഷണം പറയാന്നറിയാം. നമ്മളെ നാട്ടിൽ മുഖലക്ഷണം പറയൽ വേറൊരു പരിപാടിയാണ്, കൈയൊക്കെ നീട്ടിയിട്ട് അദൃശ്യം പറയണമായിരുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് നിരീക്ഷണം പറയാൻ ഞാൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, മഹാനായ അബുഷുജാ അൽ കിർമാനി പറയാണ്, മൻ അമ്മറ ലാഹിറഹു ബിഇത്തിബാഇ സുന്ന വബാത്തിനഹു ബിദവാമിൽ മുറാഖബ.
പുറമേ ഒരാൾ ജീവിതത്തിൽ നിഷ്ഠയുള്ളവനായി സുന്നത്തുകൾ പാലിച്ച് ജീവിക്കുകയും ഉള്ളിൽ സ്വന്തത്തെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും സ്വന്തത്തെ നിയന്ത്രിച്ച ഒരാൾ പോകുകയാണെങ്കിൽ വഗല്ല ബസറഹു, അവന്റെ കണ്ണിനെ അവൻ നിയന്ത്രിക്കുകയാണെങ്കിൽ അനിൽ ഹറാം, ഹറാമിൽ നിന്ന് ഹലാൽ, ഹലാലിനെ ഭക്ഷിക്കുന്ന ഒരാളായിട്ട് അവൻ മാറുകയാണെങ്കിൽ, ഹറാമ് ജീവിതത്തിലില്ലെങ്കിൽ ലം തുഖ്തിഉലഹു ഫറാസ, നിരീക്ഷണങ്ങൾ തെറ്റൂല, അവന്റെ നിരീക്ഷണങ്ങൾ തെറ്റൂല. അവൻ കച്ചവടത്തിൽ ഇന്നത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നത് അല്ലെ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അങ്ങനെ പെരുന്നവണ്ണക്ക് ഇങ്ങനെ എത്താം, നിരീക്ഷണം തെറ്റൂല, കിട്ടൂല. അയാൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അത് പടച്ചോ കൊടുക്കുന്ന തൗഫീഖാണ് അല്ലെ. അവന്റെ ദീർഘവീക്ഷണത്തിൽ, അവന്റെ നിരീക്ഷണത്തിൽ പിഴവുണ്ടാകൂല എന്നാണ്. മാത്രല്ല അത്തരം കണ്ണുകൾ, മൂന്നാമത്തെ കാര്യം, നരകം കാണൂല എന്നാണ്. മൂന്ന് കണ്ണുകൾ ഒരിക്കലും നരകത്തെ കാണുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. ഗ്ലിസറിൻ തേച്ച് കരയുന്ന, ഹീറോയിന്റെ കൂടെ ഫിലിമിലെ ഷോർട്സ് കണ്ട് കരഞ്ഞവരുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ. അതുപോലെ തന്നെ വഅൈനുൻ ഹറസത് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കേണ്ടി വരുന്ന പട്ടാളക്കാരൻ അല്ലെ, അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൻ, സംരക്ഷണോത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തി, സെക്യൂരിറ്റി നിർവഹിക്കുന്ന വ്യക്തി, തന്നെ ഏൽപ്പിച്ച സെക്യൂരിറ്റി പണി വൃത്തിക്കെടുക്കുന്നവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് നിർവഹിക്കുന്നവൻ. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ. അത്തരം വ്യക്തികൾക്ക് നിങ്ങൾക്ക് 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. സംസാരിച്ചാൽ നിങ്ങൾ സത്യം പറയണം. വാക്കു പറഞ്ഞാൽ നിങ്ങൾ പാലിക്കണം. നിങ്ങൾ കരാറുകൾ പാലിക്കുന്നവരാകണം. ലൈംഗികതയെ നിങ്ങൾ സൂക്ഷിക്കണം. കണ്ണുകളെ നിങ്ങൾ അടച്ചു വെക്കണം. നിങ്ങളുടെ കൈകൊണ്ട് വേറെ ആരെയും ദ്രോഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് ചിലപ്പോൾ ദഅവത്തും ആകും അല്ലെ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അനുഭവം പറയുന്നുണ്ട്. എന്താ, അദ്ദേഹം ഒരു ലിഫ്റ്റിൽ കയറിയപ്പോ അതിൽ ഒരു അത്ര തന്നെ വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച ഒരു യൂറോപ്പുകാരിയുണ്ട്. അയാൾ കണ്ണു താഴ്ത്തി ഇങ്ങനെ നിന്നു. തന്റെ നിത്യാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘമായ ലിഫ്റ്റിൽ 110-120 ഫ്ലോറുകളുള്ള ലിഫ്റ്റിൽ ഒരു സ്ത്രീയുടെ കൂടെ സമയം ചെലവാക്കിയപ്പോ കണ്ണിനെ നിയന്ത്രിച്ച ആ മനുഷ്യനോട് ആ സ്ത്രീ ഇറങ്ങുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ നോക്കാതിരുന്നത്? സാധാരണ പുരുഷന്മാർ തുറച്ചു നോക്കുമല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകന്റെ പാഠങ്ങളെ പകർത്തുന്ന ഒരാളാണ്. ആ ഒറ്റ വാചകാണ് ആ സ്ത്രീക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും മുസ്ലിം ആകാനുമുള്ള കാരണമുണ്ടായത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിച്ച് ജീവിതത്തെ കൂടുതൽ നിഷ്ഠയുള്ളതാക്കി മാറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കുന്നവരാകണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. കണ്ണുകളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സൂക്ഷിക്കുന്നവർക്കുള്ള നേട്ടങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. നഷ്ടങ്ങൾ: ഒന്ന്, അയാൾ എപ്പോഴും ഡിപ്രഷനിലായിരിക്കും, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. മനോദുഃഖമായിരിക്കും. 2, സ്വവർഗഭോഗത്തിലേക്കും വ്യഭിചാരത്തിലേക്കും മറ്റു തിന്മകളിലേക്കും എത്തും. 3, തിന്മകളിലേക്ക് നോക്കുക എന്നത് തന്നെ ഒരു തരം ശിക്ഷയാണ്. ആ ശിക്ഷ അയാൾ അനുഭവിക്കുകയാണ്. 4, ഹൃദയത്തിലേക്കുള്ള പിശാചിന്റെ വിഷക്കോലുകളാണ് യഥാർത്ഥത്തിൽ നോട്ടം എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായി. 5, ദീന് തന്നെ ചിലപ്പോൾ കണ്ണിനെ നിയന്ത്രിക്കാത്തത് കൊണ്ട് പ്രണയത്തിലും കെണികളിലും പെട്ട് ദീന് തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. മാത്രമല്ല, 5-ാമത്തെ കാര്യം, പരലോകത്ത് നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും ഒക്കെ അത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇതിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നേട്ടം: ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കിട്ടും, അയാളുടെ നിരീക്ഷണങ്ങൾ കൃത്യമായി പുലരും, അതുപോലെ തന്നെ നിയന്ത്രിക്കപ്പെട്ട കണ്ണൊരിക്കലും നരകത്തിൽ പോവുകയില്ല, സ്വർഗമായിരിക്കും ആ കണ്ണിനുള്ള സമ്മാനം. ജീവിതം നിഷ്ഠയുള്ളതാകുമ്പോൾ ആളുകൾക്ക് നമ്മിൽ നിന്ന് പാഠങ്ങൾ പകർത്താനുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ശരിയാം വിധം നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുക. ഫോണ് ശരിക്കും ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഫോണ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കേട്ടോ. നമ്മളെ കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കണമാരെ ഫോണിനെ ശുദ്ധീകരിക്കാനുണ്ട്. ഈ വിഷയത്തിന്റെ തുടർച്ചയിൽ അടുത്ത ആഴ്ചയിൽ അക്കാര്യങ്ങൾ പറയാം. അള്ളാഹു
അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. കണ്ണിനെ, മനസ്സിനെ, ഇച്ഛകളെ എല്ലാം നിയന്ത്രിച്ച് റബ്ബിന് ഇഷ്ടപ്പെട്ട ഹൃദയത്തിന്റെ ഉടമകളാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുഖ്ലിസുകളുമായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗചികിത്സയിലുള്ളവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ അവരുടെ എല്ലാ അസുഖങ്ങളിൽ നിന്നും മോചനം കിട്ടി ആശ്വാസപൂർവ്വം കുടുംബങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.